ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ആവശ്യപ്രകാരം ഞാൻ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. പൈസ ഒന്നും നോക്കിയില്ല, ഒരു മൈക്ക് അങ്ങ് മേടിച്ചു. അപ്പോൾ അതിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സെറ്റപ്പും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ മൈക്ക് വെച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറേ ഒരു സൗണ്ട് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ ബാസ്, ട്രബിള്, എക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ച് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വേറൊരു സാധനവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുറച്ച് ഓഡിയോയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ബോക്സ് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പനിയും അതുപോലെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. കുറേ ദിവസമായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു എഫ് ബി ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുക, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എഫ് ബി ആഡ് സെറ്റപ്പ് ചെയ്യാം, അതുപോലെ എങ്ങനെ പ്രൈമറി ടെസ്റ്റ് കൊടുക്കുക, എന്തൊക്കെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക, എങ്ങനെ നമുക്ക് മറ്റ് ഹെഡ്ലൈൻ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക, അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ നമുക്ക് എപ്പോൾ ഒരു ആഡ് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ പെയ്ഡ് ഇതായിട്ടൊക്കെ കുറേ പേര് വീഡിയോസൊക്കെ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇത്ര രൂപയ്ക്ക് 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 6999 രൂപയ്ക്ക് എന്തെയും നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സ് ഫുള്ളായിട്ട് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ എഫ് ബി ആഡ് മാസ്റ്റർ സ്ട്രാറ്റജി പഠിപ്പിച്ചു തരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ എല്ലാം റിയാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ടോപ്പിക്സ് തന്നെയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിലും കിട്ടാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് വേസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളത് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെന്നല്ലാതെ നിങ്ങൾക്ക് വേറെ യൂട്യൂബേഴ്സിൻ്റെ നിന്നും കുറേ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ്, എന്നെക്കാളും കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ തരുന്ന കുറേ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പെയ്ഡ് ആയിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണമായിട്ട് വരുന്നത്. നിങ്ങളിപ്പം പെയ്ഡ് കോഴ്സൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങൾക്ക് എന്താണ് വിന്നിംഗ് പ്രൊഡക്റ്റ്, എങ്ങനെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ സ്വന്തം ആയിട്ട് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എമൗണ്ട് വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ആ ഒരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുള്ളും ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളും അതുപോലെ ഇൻഫർമേറ്റീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൈക്ക് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് വോയിസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എങ്ങനെയൊക്കെ ക്ലിയർ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു ബോക്സ് ഇതിലുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എനിക്കിനി ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ആഡ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബേസ് ചെയ്ത് എങ്ങനെ ഓഡിയൻസിനെ കണ്ടുപിടിക്കാം, ChatGPT ഇതിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. അതുപോലെ എപ്പോഴാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഫുള്ളായിട്ട് കാണുക, എങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ക്രോമിലാണ്. അപ്പോൾ ആഡ്സ് മാനേജർ ഞാൻ ആൾറെഡി സേവ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഡ്സ് മാനേജറിലോട്ട് കയറാം. അപ്പോൾ ആഡ്സ് മാനേജറിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ ക്രിയേറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഡ് അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓവർവ്യൂ, ക്യാമ്പയിൻസ്, ആഡ്സ് റിപ്പോർട്ടിങ്, ഓഡിയൻസസ്, ബില്ലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിന് നിങ്ങൾ എന്തായാലും സെയിൽസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിൽസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിൻ ഒരിക്കലും സെലക്ട് ചെയ്യല്ല, നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത് കണ്ടിന്യൂ എടുക്കുക. നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾ ക്യാമ്പയിൻ നെയിം, എന്താണ് പ്രൊഡക്റ്റിൻ്റെ നെയിം, അതൊക്കെ കൊടുത്ത് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ന്യൂ സെയിൽസ് ക്യാമ്പയിൻ തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ,
നെക്സ്റ്റ് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. നിങ്ങളിപ്പോൾ ടെസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കിപ്പം ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ എന്തായാലും കമൻറ്റ് ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും അതിന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഓണാക്കിയിട്ട് നിങ്ങൾ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം പല ആഡ് സെറ്റായിട്ട് ഇടുമല്ലോ. ഇപ്പോൾ ആഡ് സെറ്റായിട്ട് ഇടുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആഡ് സെറ്റ് നോക്കിയിട്ട് ഇവർ കൂടുതലായിട്ട് എമൗണ്ട് അതിലോട്ട് സ്പെൻഡ് ആയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളതിൽ എമൗണ്ട് കുറവായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ടെസ്റ്റിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്തിടേണ്ട ആവശ്യമില്ല. ഓക്കെ, ടെസ്റ്റിങ്ങിനാണെങ്കിൽ വേറെ മോഡലിലാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ അഡ്വാൻറ്റേജ് ഗെയിമിന് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ഡെയിലി സ്പെൻഡ് ആവേണ്ടത് അത്ര എമൗണ്ട് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഡെയിലി ബഡ്ജറ്റ്, ലൈഫ് ടൈം ബഡ്ജറ്റ്, നിങ്ങൾ എന്തായാലും ഡെയിലി ബഡ്ജറ്റ് വെച്ചാണ് ഒരു ബിഗിനർ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 800 റുപ്പീസ് ആൾറെഡി കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് എത്ര റുപ്പീസാണ് ആക്കേണ്ടത് അത്ര റുപ്പീസൊക്കെ ആയി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന് വെച്ച് ചെയ്യുമ്പോൾ മിനിമം 1000 റുപ്പീസിനെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്, അത്യാവശ്യം സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റേറ്റിന് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്ര റുപ്പീസിന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സെയിൽസും കാര്യങ്ങളും കിട്ടുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ന്യൂ സെയിൽസ് ആഡ് സെറ്റ് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫോമൻസിൽ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ കൊടുക്കുക. ഞാനിപ്പോൾ പിക്സലൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ള പിക്സൽ കൊടുക്കുക. പിക്സൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷോപ്പിഫൈ സെറ്റപ്പ് ഹൗ ടു സ്റ്റാർട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അടുത്ത് കൺവേർഷൻ ഇവൻ്റ് എന്ത് ചെയ്യുക, പർച്ചേസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്നാണ് അപ്ലോഡ് ആവാനുള്ളത്, എന്താണ് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ റൺ ആവാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്കെഡ്യൂൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അടുത്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓഡിയൻസ് കൺട്രോൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇത് നിങ്ങൾക്ക് എത്ര മിനിമം ഏജ്, ഇതിന് എത്ര മുകളിലോട്ട് എത്രയ്ക്ക് കാണിക്കണം ആ ഒരു ഇതിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 24 അല്ലെങ്കിൽ 23ക്ക് മുകളിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ 22ന് മുകളിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു സമയത്തായിരിക്കും കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ വന്ന് ഈ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കുറച്ച് സ്വന്തമായിട്ട് എമൗണ്ടൊക്കെ കയ്യിലുണ്ടാവുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഏജ് മിനിമം ഏജ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാറ്റിയിട്ട് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻസ് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇൻക്ലൂഡ് മാറ്റിയിട്ട് ആഡ് എക്സ്ക്ലൂഷൻസ് കൊടുക്കുക. അതിൽ നിങ്ങൾ ലൊക്കേഷൻസിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്തായാലും സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുമ്പോൾ കൂടുതലും സ്നോ ഏരിയയാണ്. അവിടെ ഡെലിവറിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം അവിടെ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ചിലപ്പോൾ ഓർഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് RTO റേറ്റും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് റിട്ടേൺ ആവും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മിനിമം ഏജ് 22 വയ്ക്കുക. ഓക്കെ, അതിന് ജെൻഡേഴ്സിൽ നിങ്ങളെ പ്രൊഡക്റ്റ് ഏതാണ് അതിനനുസരിച്ച് വയ്ക്കുക. ഇതിന് ഇവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ്, ഇതിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റും ഡെമോഗ്രാഫിക്സും അതുപോലെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇതിൽ ചൂസ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഹെയർ സ്ട്രൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ ഇപ്പോൾ ഷേപ്പ് വെയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലിം ഫിറ്റ് അല്ലെങ്കിൽ ബോഡി കുറച്ചുകൂടെ ഫിറ്റ്നസ് ചെയ്യുന്നവർ അങ്ങനത്തെ ഇവരായിട്ടൊക്കെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ആ ഒരു ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡെമോഗ്രാഫിക്കോ അതുപോലെ തന്നെ ഇപ്പോൾ കാറിൻ്റെ അല്ലെങ്കിൽ കാറിൽ ബോട്ടിൽ വെക്കുന്ന സാധനം ഇതിന് വേണ്ടിയിട്ട് കാറിൻ്റെ ഡ്രൈവറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ആ ഒരു
എംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ബ്രൗസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ധാരാളം ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇതിലൊരു കാർന്ന് അടിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് 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 എംപ്ലോയ്മെന്റ്. ഈ എംപ്ലോയ്മെന്റിലൊക്കെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു നോർമൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊന്നും വരത്തില്ല. ചില യുണീക്ക് പ്രൊഡക്ട്സും ഉണ്ട് ഈ എംപ്ലോയ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന എംപ്ലോയ്മെന്റിന് പോകുന്നവർക്ക് ഉപയോഗപ്പെട്ട പ്രൊഡക്റ്റ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അല്ലാത്തവർ കൂടുതലും ഇപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് തന്നെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്? ഒരു പ്രൊഡക്റ്റിന് ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ നിങ്ങൾക്കിപ്പം ഒരു എന്ത് പറയാനാ, ഇപ്പോൾ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കിച്ചൺ കൊടുക്കുകയാണ്. കിച്ചൺ കൊടുത്തു. ഇപ്പൊ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ ഇവിടെ കിച്ചൺ എംപ്ലോയറിന്റെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ കിച്ചൺ ഹോം ആൻഡ് ഗാർഡൻ കിച്ചണുമായിട്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്നവരാണ് ഇൻട്രസ്റ്റിൽ കിച്ചൺ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ സജഷൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇവിടെ നോക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ബേബിയായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഓഡിയൻസിനെ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓഡിയൻസ് ബിൽഡർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഓഡിയൻസ് ബിൽഡർ .io. ഇപ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇപ്പം കാറിൻ്റെ ആണെങ്കിൽ കാർ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് എക്സ്പ്ലോറും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, കാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻട്രസ്റ്റും കാര്യങ്ങളും വരും. ഓക്കെ, കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ ഓട്ടോമൊബൈൽസ്, ഇലക്ട്രിക് കാർ, യൂസ്ഡ് കാർസ്, ഓട്ടോ റേസിംഗ് കാർ, കാർ വാഷ്, സ്പോർട്സ് കാർ, കാർ ട്യൂണിങ്, കാർ ഡീലർഷിപ്പ്, കാർ ആൻഡ് ഡ്രൈവർ, കാർ റെന്റൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പം നമുക്ക് ബേബി നോക്കണം, ബേബി പ്രൊഡക്ട്സ്. അപ്പോൾ ബേബിയും സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബേബിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബേബി ഷവർ, ബേബി ഷോപ്പ്, ജോൺസൺസ് ബേബി, ബേബി ട്രാൻസ്പോർട്ട്, ഹലോ ബേബി, ബേബി ബൂമേഴ്സ്, ബേബി ബോയ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മൈ ബേബി, അങ്ങനത്തെ ചൈൽഡ് ആൻഡ് പേരന്റ്, ഡിസ്നി ബേബി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പേരൻറ്റിനെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ പേരൻ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ പാരന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം വരും. പാരന്റ്, ഹൗസ് പാരന്റ്, പാരന്റ് എഡ്യൂക്കേറ്റർ, വർക്കിംഗ് പാരന്റ്, പാരന്റ് ടീച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ പാരന്റ് ടീനേജർ സെലക്ട് ചെയ്യണം. പാരന്റിങ് ടീനേജർ. അപ്പോൾ അത് ആ ഒരു ഇൻട്രസ്റ്റ് ഇതിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബാക്കി സജഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ ടാർഗറ്റ് ഓഡിയൻസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ ഇപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് എന്ത് പറയാ, ഹെയർ സ്ട്രൈറ്റ്നർ ഇപ്പോൾ ആരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ChatGPT പോകും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ChatGPT കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് എന്തായാലും പറഞ്ഞത് ഹെയർ സ്ട്രെയിനർ അല്ലേ. ഇപ്പോൾ ഹെയർ സ്ട്രെയിനർ അപ്പോൾ എന്ത് ചെയ്യുക, ഇഫ് ബി ആഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ റിലേറ്റഡ് ടു ഹെയർ സ്ട്രെയിറ്റ്നർ ഹോം പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ സ്ട്രെയിനറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇൻട്രസ്റ്റും കാര്യങ്ങളും അതുപോലെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തില്ല. ഇപ്പോൾ ദാ ഏജ് ആൻഡ് ജെൻഡർ 18 തൊട്ട് 45 വരെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ മൊബൈൽ അവിടെ ബ്യൂട്ടി പ്രൊഡക്റ്റ് സബ്സ്ക്രൈബേഴ്സ്, ഫ്രീക്വൻറ്റ് ഓൺലൈൻ ഷോപ്പേഴ്സ്,
ഹെയർ കെയർ, ബ്യൂട്ടി, ഹെയർ സ്റ്റൈലിംഗ്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി, ഹെയർ സലൂൺസ്, DIY ബ്യൂട്ടി, ഓൺലൈൻ ഷോപ്പിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞാൽ മോർ ഇൻട്രസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ എല്ലാ ഇൻട്രസ്റ്റും കാണണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് അപ് ടു ഡേറ്റ് അല്ല. കുറേ ഇൻട്രസ്റ്റ് ഇപ്പോഴും ഇതിൽ കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണും. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ സജഷൻസ് നോക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, കുറേ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഷിപ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഡ്രോപ്പ് ഷിപ്പിംഗ് ഇതാ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ആൾക്കാർ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂണിക്ക് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഉറപ്പായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ലെസ് കോമ്പറ്റീറ്റേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് റീറ്റെയിലേഴ്സിന് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റും മാനുവൽ പ്ലേസ്മെൻറ്റ്സും കാണാൻ പറ്റും. ഇത് നിങ്ങൾ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, മാനുവൽ പ്ലേസ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ മാനുവൽ പ്ലേസ്മെൻറ്റ് കൊടുക്കാം. അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റ് ആയിരിക്കും കൂടുതലായിട്ട് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ സെയിൽസ് ആഡിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ സെലക്ട് ചെയ്യാൻ കാണും. അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ മാനുവൽ അപ്ലോഡ് സെലക്ട് ചെയ്യുക, സിംഗിൾ ഇമേജ് ഓർ വീഡിയോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ആഡ് മീഡിയ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആഡ് മീഡിയ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഒരു വീഡിയോ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പം ഞാൻ ഒരു പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിക്ചർ നിങ്ങൾ എന്തായാലും വീഡിയോ തന്നെ ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പിക്ചർ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡണ്ണ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈമറി ടെസ്റ്റ് കൊടുക്കാനുള്ളത് കാണാം. പ്രൈമറി ടെസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് എന്തായിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്തായിരുന്നു? ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് മാജിക് കോപ്പിറൈറ്റ് ബുക്കോ മാജിക് പ്രാക്ടീസും കോപ്പിറൈറ്റ് ബുക്കോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT പോയിട്ട് പ്രൈമറി ടെക്സ്റ്റ് ഫോർ FB for the product magic practicing copywriting reusable ബുക്ക്. ഓക്കെ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈമറി ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യുക. ഇതിൽ ഗ്രാബ് യുവർ കോപ്പി ടുഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിങ്ക് ആഡ് ചെയ്യുക, ലിങ്ക് ടു പർച്ചേസ് നിങ്ങളതിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഓക്കെ. വേണ്ടാത്തവർ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യുക. അടുത്ത് ഹെഡ്ലൈൻ എന്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഓഫർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ ഓൺ ഗെറ്റ് ടു അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെഡ്ലൈനിലാണ് കൊടുക്കാനുള്ളത്. ഹെഡ്ലൈൻ നിങ്ങൾ എന്താ അപ് ടു, ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ് അപ് ടു 70% ഓഫ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്ലസ് അടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി നോക്കി. ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരും ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ ട്രസ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി വയ്ക്കുമ്പോൾ തന്നെ മിക്ക വെബ്സൈറ്റിലും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ട്രസ്റ്റബിൾ ആയിരിക്കും. ചുമ്മാ ക്യാഷ് ഓൺ ഡെലിവറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഇതൊക്കെ മൈൻഡിൽ വന്നിട്ട് സെയിൽസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, COD അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ
ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 5 സ്റ്റോക്ക് ലെഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും 5 പീസസ് ലെഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ലിമിറ്റഡ് സ്റ്റോക്ക് ഒന്ന് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലേൺ മോറിൽ എന്ത് ചെയ്യുക, ഷോപ്പ് നോവ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വെബ്സൈറ്റ് യു ആർ എല്ലിൽ നിങ്ങളെ വെബ്സൈറ്റ് എന്താണ് അത് കൊടുക്കുക. ഓക്കെ, ഇനി താഴോട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ യു ആർ എല്ലിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ കാണിക്കാനുള്ളത്, അത് ഈ ഒരു സ്ഥലത്ത് എന്താണ് കാണിക്കാനുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന ആ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെയും പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഡോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം 3 ആഡ് സെറ്റെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇനി 3 ആവണമെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 3 ആഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ആഡ് സെറ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽഡ് ടാർഗറ്റിങ് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇതിലിപ്പോൾ പാരൻറ്റ് ടീനേജേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ പാരൻ്റായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ഹൗസ് പാരൻ്റ് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റ് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നോക്കിയതിന് ശേഷം ഓഡിയൻസ് ബിൽഡറിൽ നോക്കിയതിന് ശേഷം നിങ്ങളിതിൽ കൊടുക്കുക. ഓക്കെ, അതിൽ മൂന്നാമത്തിൽ ഇഷ്ടമുള്ള ഏതാണ് അത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വേറെ പാരൻറ്റ് വർക്കിംഗ് പാരൻറ്റ് ഇത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 ആഡ് സെറ്റിൽ 3 ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ 1 ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 2 ഇൻട്രസ്റ്റോ 3 ഇൻട്രസ്റ്റോ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. അതിൽ ഓരോന്നിലും 3ലും ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഈ ഒരെണ്ണം മാത്രമേ പബ്ലിഷ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ റിവ്യൂ ആൻഡ് പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് പബ്ലിഷ് ആവാത്തത്. ഇപ്പോൾ നിങ്ങൾ പബ്ലിഷ് ചെയ്ത ആഡ് ആണെങ്കിൽ ഇവിടെ പ്രോസസ്സിംഗ് എന്നുള്ള ഒരു ഇതായിരിക്കും കാണിക്കുക, ഇതിൽ കാണിക്കത്തില്ല. ഈ ഒരു ആഡ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ആഡ്സ് എല്ലാം ഇവിടെ പ്രോസസ്സിംഗ് എന്നാണ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിവിടെ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയിട്ട് ഇവിടെ ഡിസ്കവർ മോർ കോളം പ്രൊസറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് എന്നുള്ള കാണാൻ പറ്റും. ഇപ്പോൾ സെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, സെയിൽസ്. പിന്നെ സെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിൽസായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് സ്പെൻഡ് എത്രയാണെന്ന് കാണാൻ പറ്റും. ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്തതിൽ പെർ 100 ഇംപ്രഷൻസിന് എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൽ റീച്ച്, ഫ്രീക്വൻസി, CTR, ലിങ്ക് ക്ലിക്സ്, CPC, പർച്ചേസ് ROAS. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുകയുള്ളൂ. എപ്പോഴാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ടേൺ ഓഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നതല്ല, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സെയിലാവുമെന്ന് ഉറപ്പുണ്ട്, നിങ്ങൾ 3 ഇൻട്രസ്റ്റിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ROAS കൂടുതലായിട്ട് കിടക്കും, എമൗണ്ട് കൂടുതലായിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു ആഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റണ്ണ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇംപ്രഷൻസ് നിങ്ങൾ ഏകദേശം ഒരുപോലെ ആവുന്ന സമയത്ത് അഡ്വഞ്ചേഴ്സ് പ്ലസ് ക്യാമ്പയിൻസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മറ്റേ ആഡിലൊക്കെ എമൗണ്ട് പോകുന്നത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു മെയിൻ ആഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ ചെയ്തിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർച്ചേസ് ROAS കൂടുതലായിട്ട് കിടക്കുന്ന ആ ഒരു ആഡ് മാത്രം നിങ്ങൾ ഓൺ ചെയ്തിടുക, ബാക്കി അത്രയും ഓഫ് ചെയ്തിടുക. ഓക്കെ, ഇതൊരിക്കലും ടെസ്റ്റിംഗ് അല്ല. ടെസ്റ്റിംഗ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ടെസ്റ്റിംഗ് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കോസ്റ്റ് പെർ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് സ്പെൻഡായി, ഇപ്പോൾ 600 എമൗണ്ട് സ്പെൻഡായി, അതിൽ 3 പർച്ചേസ് കിട്ടിയുള്ളെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ
നിങ്ങൾക്ക് എത്ര എമൗണ്ട് സ്പെൻഡായി, 200 രൂപ സ്പെൻഡായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു കോസ്റ്റ് പെർ റിസൾട്ടിൽ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എമൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ബില്ലിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് ആഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ ടാർഗറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മൈക്ക് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വോയിസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരിക്കലും ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻട്രസ്റ്റിൽ പ്രൊഡക്റ്റ് വിറ്റ് പോകും, അതുപോലെ ഏത് ആഡ് ക്രിയേറ്റീവിലോ പ്രൊഡക്റ്റ് സെയിലാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പെയ്ഡ് കോഴ്സുകളൊക്കെ വാങ്ങിച്ച് പഠിക്കുന്നതിനേക്കാളും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കുറേ ഇൻഫർമേഷൻസ് കിട്ടും, അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഈ പെയ്ഡ് കോഴ്സസ് ഒക്കെ വാങ്ങിച്ച് എമൗണ്ട് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ആ ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം, വിന്നിങ് പ്രൊഡക്റ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിങ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കണം. ഇതിനേക്കാളും കൂടുതലായിട്ട് പഠിക്കാനുള്ള എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ റീറ്റെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതുപോലെ റീറ്റെയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബ് വഴി ഇതിൻ്റെ ഒരു വീഡിയോസും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ നിങ്ങൾ GST, ഇൻകം ടാക്സ്, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ ബിസിനസ് സ്കെയിലാവുന്ന സമയത്ത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാതെ ചെയ്യാനുള്ള ഒരു റൂളുള്ളൂ. അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണ്, നിങ്ങൾ GST, ഇൻകം ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അതിനെക്കുറിച്ച് വീഡിയോ കാണുക. എത്ര എമൗണ്ടിന് ശേഷമാണ് നിങ്ങൾ GST പേ ചെയ്യേണ്ടത്, 2.5 ലക്ഷത്തിന് മുകളിൽ എത്ര GST പേ ചെയ്യണം, അതുപോലെ 7 ലക്ഷത്തിന് മുകളിൽ എത്ര എമൗണ്ട് GST പേ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എന്ത് ചെയ്യുക, അതൊക്കെ പഠിക്കുക. ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ മാത്രം പറ്റി പഠിക്കാതെ അങ്ങനെ കുറേ സ്ട്രാറ്റജീസ്, ടിപ്സ്, അല്ലാതെ ട്രിക്സ്, അല്ലെങ്കിൽ എങ്ങനെ ഇമോഷണൽ ആഡ് വഴി എങ്ങനെ നമുക്ക് കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യാം, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് വഴി പഠിക്കുക. യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ ക്ലാസ് കിട്ടും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പെയ്ഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ കോഴ്സസ് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എമൗണ്ട് വേസ്റ്റ് ആവും. കാരണം അതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൊടുത്തിട്ട് താഴെ ഒരു സെൻറ്റൻസ് കാണും, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഗ്യാരൻറ്റീഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെന്ന് ഉറപ്പില്ല, നിങ്ങളെ മൈൻഡ് സെറ്റ് ഇതൊക്കെയാണ് കാരണം, അല്ലാതെ ഈ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസും കാര്യങ്ങളൊന്നും ഗ്യാരൻറ്റി അല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പോൾ അവർ ഇതുപോലെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അതിലിടുന്നതാണ്. വെറുതെ പെയ്ഡ് കോഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സമയം കളയാതെ അവർ എമൗണ്ട് വെച്ച് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് ബിസിനസ്സിൽ കുറച്ച് എക്സ്പീരിയൻസ് വരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ മൈക്കിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ ഗായ്സ്, മേക്ക് യുവർ സെയിൽസ്